ഞാനും അമ്മയും കൂടെ പണ്ടൊരു യാത്ര പുറപ്പെട്ടതാ, ഗുരുവായൂർ കുളിച്ചു തൊഴാൻ. തിരിച്ചു വന്നത് 2 വെളുത്ത തുണിക്കെട്ടുകളാ. അവരൊരു കുപ്പി വിഷത്തിന്റെ സഹായത്തില് രക്ഷപ്പെട്ടു. ആശുപത്രിക്കാര് കുത്തിക്കേറി കെട്ടിത്തരാൻ വൈകിയതുകൊണ്ട് പാതിരാത്രിക്കാ കൊണ്ടുവന്നേ. എന്റെ ഇളയത് 3 പെൺകുട്ടികളാ. അവരുറക്കായിരുന്നു. ഞാൻ കണ്ടു ഒരു നോട്ടം. ചെതയിൽ വെച്ച വാഴത്തെ ഉയരം വെക്കണതിന് മുമ്പ് കിടപ്പാടം വിട്ടിറങ്ങേണ്ടി വന്നു. അന്നു തൊട്ടിന്ന് വരെ ഓരോ വീട്ടിലെ അടുക്കളപ്പുറത്തായിരുന്നു ജീവിതം. പിന്നെ ആകെയുള്ളൊരു സഹായം ആ കേശവൻ നായരാ. എന്റെ ഇളയ സരോജിനി അയാളുടെ വീട്ടിലാ. അവളൊരു സൂക്കേടുകാരിയാ. ഹാർട്ടിനാ കുഴപ്പം. ഇളയതുങ്ങള് വേറെ വീട്ടിലാ. സ്കൂളിൽ പറഞ്ഞേക്കണുണ്ട്. അവിടുള്ളൊരു ഇതാ ബാലാമണി. അതാരാത്? ഒരു ചൊങ്കൻ ചെക്കൻ. തുടങ്ങി ഓരോരുത്തര്. ബാലാമണി പോയി. ബാലാമണി കല്യാണം കഴിഞ്ഞ് ചെക്കന്റെ കൂടെ പോയി. ദാ വരണു. ഇത് കത്തണൂല്ല. എന്താടി ചുന്തിരിമണി? ഇതെപ്പ ചൂടാവാൻ ഈ സാധനം? ആ കാപ്പിടോളോ? കോപ്പി ഞാൻ നിങ്ങളെ കുടിപ്പിക്കാം. പണ്ടാരം കൊറേ നേരായല്ലോ നീ കിടന്ന് ഉന്താൻ തുടങ്ങിയിട്ട്. എന്നാ പിന്നെ നിങ്ങൾ കുറച്ചേരം വന്ന് ഉന്തി നോക്ക്. എന്താ 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 നീ കിടന്ന് ഞൊടിയണേ? ആവണു, ഇപ്പൊ ശരിയാക്കി തരാം. ഈ കാപ്പി എന്ന് പറഞ്ഞ വെറും കാപ്പിയല്ലല്ലോ. തുളസിയും കർപ്പൂരവും കടലാവണക്കും അങ്ങനെ ഐറ്റങ്ങൾ പലരുടെ കഷായം തന്നെയല്ലേ. അപ്പൊ പിന്നെ ലേശം സമയം പിടിക്കില്ല എന്റെ കാർത്തിയായനി.